കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ടണൽ തുരക്കലുമായി ബന്ധപ്പെട്ടോ അതിനനുബന്ധമായ വർക്കിലോ മണ്ണ് മാറ്റിവെച്ചോ അതിന്റെ സമീപ സ്ഥലത്തോ, ഞാനിതിൽ ഏതാണ് എന്ന് പറയാത്തത് വ്യക്തമായി അതിനെ സംബന്ധിച്ച ഒരു പഠന റിപ്പോർട്ടോ അത്തരം കാര്യങ്ങളോ പുറത്തു വരാത്തതുകൊണ്ടാണ്. അത് മണ്ണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആ മണ്ണ് മാറ്റിയില്ലെന്നും എന്നാൽ മണ്ണ് മാറ്റാൻ സ്ഥലം ആവശ്യപ്പെട്ട് കത്തി ചോദിച്ചിട്ട് അത് ചെയ്തില്ലെന്നും ഒക്കെ പറയുന്ന വിവിധ ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ട്. 8 or 9 ജീവനുകൾ പൊലിഞ്ഞു. വളരെ ദാരുണമായ സംഭവം. ആ ജീവനുകൾ പൊലിഞ്ഞതിനേക്കാൾ ഏറ്റവും ഗൗരവമായ സംഭവമാണ് വയനാട് ഒരുപാട് മലനിരകളുണ്ട്. ആ മലനിരകളുടെ അടിവാരങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് മനുഷ്യർ ഭീതിയിലാണ്. എന്താണ് ഇനിയെന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. വയനാട് ഒരു ടൂറിസം മേഖല എന്നുള്ള നിലയിൽ അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഒരു ആഘാതം അങ്ങോട്ട് മാറി വരുമ്പോഴാണ് അടുത്ത മറ്റൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിലൊന്ന്, പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു വലിയ സംവിധാനം അല്ലെങ്കിൽ വലിയ ഒരു കടമ്പ എന്ന പേരിലൊക്കെ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും വലിയ വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിന്റെ പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ആ പരിസ്ഥിതി ആഘാത പഠനത്തിൽ വിശ്വസിച്ചാണ് ഒരുപാട് മനുഷ്യർ താമസിക്കുന്നത്, ജീവിക്കുന്നതെല്ലാം. എന്ന് വെച്ചാൽ ഞങ്ങളെക്കുറിച്ച്, അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സർക്കാർ പഠിക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പാരിസ്ഥിതികമായി ഉണ്ടാക്കുന്ന പ്രശ്നത്തെയാണ് പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്നത്. മെഗാ പ്രോജക്ട്സുകൾക്കെല്ലാം അത് വേണം എന്നതാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തി ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിയെടുക്കുന്നതിന് പറയുന്നത് എൻവയോൺമെന്റ് ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. ആ ക്ലിയറൻസ് വാങ്ങിയെടുക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്നത് ഒരേ ഏജൻസിയാണ്. കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇതിന്റെ കൺസൾട്ടൻസി ഫീസായിട്ട് കൊടുക്കുന്നത്. ഒരാൾ തന്നെ പഠിക്കുന്നു, അയാൾ തന്നെ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നു. ആ പ്രസന്റേഷനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത് പോലെ ഉള്ള ഒരു പ്രഹസനപരമായ ഏർപ്പാട് ഇനി അനുവദിക്കരുത് എന്നതാണ് സർക്കാരുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പണ്ടൊക്കെ അത് നടന്നുപോയി. കാരണം പരിസ്ഥിതിക്ക് ഉണ്ടായിരുന്നു അന്ന് ആരോഗ്യം. നമ്മളെപ്പോലെ നമ്മൾ സാറിന് പറയത്തില്ലേ, എനിക്ക് 40 വയസ്സിലും 30 വയസ്സിലും പനി വരുന്നത് പോലെയല്ല 60 വയസ്സിൽ പനി വരുന്നതിനെ സൂക്ഷിക്കണം, അല്ലെ പണ്ടത്തെ പോലെ എനിക്ക് കരുത്തില്ല എന്ന് പറയുന്നത് പോലെ പ്രകൃതിക്കും പണ്ടത്തെ പോലെ കരുത്തില്ല. അന്ന് ഇതുപോലെ ഉഡായിപ്പ് സ്റ്റഡികളൊക്കെ നടത്തി ആ സ്റ്റഡിയുടെ റിസൾട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ അനുമതി വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്ന കടമ്പ ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അതിന് 2, 3, 5, 25, 50 ലക്ഷം രൂപ കൂടാതെ കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. ഇതെല്ലാം വലിയ താപ്പാന ടീമുകളാണ്. ഇവർക്ക് ഈ വനം പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെയുമായി പല ബന്ധങ്ങളുമുണ്ട്. ഇവർ തന്നെ പഠനം നടത്തുന്നു, ഇവർ തന്നെ ക്ലിയറൻസ് വാങ്ങുന്നു. ആ ഏർപ്പാട് അവസാനിപ്പിക്കണം. അതിനു പകരം ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഏജൻസി പഠനം നടത്തണം. ആ പഠനം നടത്തുന്നവരുടെ ജോലി ആയിരിക്കരുത് ക്ലിയറൻസ് വാങ്ങുക എന്ന് പറയുന്നത്. അത് മറ്റൊരു ഏജൻസി വേണം നടത്താൻ. എന്ന് മാത്രമല്ല, ഇതുപോലെ പരിസ്ഥിതി പഠനം നടത്തി ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് വാങ്ങി വന്നാലും IIT പോലെ അതുപോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് ഒരു പഠനം കൂടി നടത്തിക്കണം. ഇത് യാഥാർത്ഥ്യമാണോ, ഇതുള്ളതാണോ അല്ലയോ, ശരിയാണോ എന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് സ്റ്റഡി, അത് യാതൊരു ചരടുകളുമില്ലാത്ത സയന്റിസ്റ്റുമാരെ കൊണ്ടുവച്ച് വേണം നടത്താൻ. എൻവയോൺമെന്റലിസ്റ്റുമാരെ ഉൾപ്പെടുത്തി വേണം, സോഷ്യൽ സയന്റിസ്റ്റുമാരെ ഉൾപ്പെടുത്തി വേണം ആ പഠനം നടത്താൻ. ഇപ്പോ ഈ തുരങ്കപാതയുടെ നിർമ്മാണത്തിലും അത്തരമൊരു അഭാവം ഇന്ന് മംഗളം ദിനപത്രം പോലെയുള്ള ഓൺലൈൻ പത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചില മിനിറ്റ്സുകൾ വെച്ച് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ ഈ ഇൻഡിപെൻഡന്റായി പങ്കെടുത്ത ആരൊക്കെയോ പറഞ്ഞത്രേ, ഈ ഒരു പഠന റിപ്പോർട്ടുമായി മാത്രം മുന്നോട്ട് പോകരുത്, വളരെ സെൻസിറ്റീവാണ്, അതുകൊണ്ട് വേറൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അത് തള്ളിക്കളഞ്ഞു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്, ഗൗരവമായ പ്രശ്നമാണ്. നാളുകളിൽ ഇനി ഹൈസ്പീഡ് റെയിലല്ല, ഏത് സംഗതി വന്നാലും പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്നത് ഉഡായിപ്പിച്ചാൽ ഇതുപോലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ പരിസ്ഥിതി ആഘാത പഠനവും മറ്റും ഒക്കെ നടത്തുന്നതിന് പിന്നിൽ കരാറെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വമ്പൻ കോൺട്രാക്ട് കമ്പനികൾ തന്നെ കാണും. കാരണം അത് എങ്ങനെങ്കിലും വാങ്ങിച്ചെടുത്തെങ്കിലേ അവർക്ക് പണി മുടങ്ങാൻ ഒക്കൂ. ആളുകൾ മരിച്ചാലെന്ത്, എന്ത് സംഭവിച്ചാലെന്ത്, അവർ ലാഭവും കൊണ്ടുപോകും.
ആ ഉഡായിപ്പ് പ്രവൃത്തി അവസാനിപ്പിക്കാതെ കേരളത്തിലെങ്കിലും അതിനി പൊതുസമൂഹം അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.